കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഞ്ചിക്ക് വൻ ഡിമാൻഡാണ്. അപ്പോൾ ഇഞ്ചി കൃഷി എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം, അതിൻ്റെ പരിപാലനം, ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള കാരണങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ A to Z കാര്യങ്ങൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ആയുർവേദം ഒരു മഹാ ഔഷധിയായി പരിഗണിക്കുന്ന ഔഷധ സസ്യമാണ് ഇഞ്ചി. ഇഞ്ചി പ്രത്യേക രീതിയിൽ ഉണക്കിയെടുക്കുന്ന ചുക്ക് ധാരാളം ആയുർവേദ ഔഷധങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ചേരുവയാണ്. ചുക്കില്ലാത്ത കഷായമില്ലെന്ന ചൊല്ലും പ്രശസ്തമാണ്. കൂടാതെ നമ്മുടെ അടുക്കളയിലെ പ്രധാന സുഗന്ധവ്യഞ്ജനം കൂടിയാണ് ഇഞ്ചി. ശൃംഗവേരം, മഹൌഷധി, ശുണ്ഠി, നാഗരം എന്നീ പേരുകളിലൊക്കെയാണ് ആയുർവേദത്തിൽ ഇഞ്ചിയെ പരാമർശിക്കുന്നത്. സിഞ്ചിബർ ഒഫിസിനൽ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇഞ്ചി സിഞ്ചിബറേസി സസ്യകുടുംബത്തിൽപ്പെടുന്നു. ഇതിൻ്റെ രാസഘടകങ്ങളിൽ ടർപ്പീൻസും ഫിനോളിക് കോമ്പൗണ്ടുകളും ഉൾപ്പെടുന്നു. സിഞ്ചിബെറിൻ, ബിസബോലിൻ, ഫർണസീൻ എന്ന ടർപ്പീനുകളും ജിഞ്ചറോൾ, ഷോഗയോൾസ്, പാരഡോൾസ് എന്ന ഫിനോളിക് കോമ്പൗണ്ടുകളും ഇതിലുണ്ട്. കൂടാതെ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ, കൊഴുപ്പ്, നാരുകൾ, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ പല ആയുർവേദ ഔഷധ യോഗങ്ങളിലും അലോപ്പതി ഔഷധങ്ങളിലും ചുക്ക് ഒരു പ്രധാന ഘടകമാണ്. ദഹന സംബന്ധമായ അസുഖങ്ങൾ, വേദന, നീര്, ചുമ, ശ്വാസമുട്ടൽ ഇത്തരം അസുഖങ്ങളിലും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ചുക്കിന് കഴിവുണ്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കും. ശരീരഭാരം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാക്കാനും ആർത്തവ വേദനകൾ കുറയ്ക്കാനും കഴിവുള്ള ചുക്ക് ഒരു മഹാ ഔഷധം തന്നെയാണ്. 30 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ വളരുന്ന ഇഞ്ചിയുടെ മുകൾ ഭാഗത്തെ സസ്യഭാഗം വർഷം തോറും നശിക്കുമെങ്കിലും മണ്ണിനടിയിലെ പ്രഗന്ധം വളർന്നുകൊണ്ടിരിക്കും. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും ഇഞ്ചി കൃഷി ചെയ്തു വരുന്നുണ്ട്. മഴയെ ആശ്രയിച്ചും കൃത്രിമ ജലസേചനത്തെ ആശ്രയിച്ചും ഇഞ്ചി കൃഷി നടത്താം. കിഴങ്ങ് മുറിച്ച് നട്ടാണ് പ്രജനനം നടത്തുന്നത്. കിഴങ്ങിൽ 1-2 കണ്ണുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ നീളവും 20 മുതൽ 25 ഗ്രാം തൂക്കവുമുള്ള കഷണങ്ങളാണ് നടേണ്ടത്. മെയ് മാസം ആദ്യവാരം മൺസൂണിന് മുമ്പായി നടാം. ഫെബ്രുവരി മധ്യത്തിന് ശേഷം മാർച്ച് ആദ്യവാരങ്ങളിൽ നട്ട് അത്യാവശ്യം വേനൽ മഴ ലഭിക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ലാതെ നല്ല വിളവ് ലഭിക്കാറുണ്ട്. നന്നായി ഉഴുതുമറിച്ച നിലത്ത് 1 മീറ്റർ വീതിയിലും 30 സെൻറ്റിമീറ്റർ ഉയരത്തിലും ബെഡുകൾ ഒരുക്കാം. ബെഡിന് മുകളിൽ ഉണക്ക ചാണകമോ കമ്പോസ്റ്റോ ഇട്ടുകൊടുക്കാം. നടുന്ന സമയത്ത് കുഴിയിലേക്ക് വളം ഇട്ടുകൊടുത്തതിന് ശേഷം നട്ടാലും മതി. കൂടെ വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇടുന്നത് കൊണ്ട് കീടബാധ അകലും. നട്ട ശേഷം 210 മുതൽ 240 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച പ്രാപിക്കും. പച്ചക്കറി ആവശ്യത്തിനുള്ള ഇഞ്ചിക്കാണെങ്കിൽ 180 ദിവസം കഴിഞ്ഞ് വിളവെടുക്കാവുന്നതാണ്. ചുക്കിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ശേഷം മുകളിലെ ഇലകൾ മഞ്ഞളിച്ചുണങ്ങുമ്പോൾ വിളവെടുക്കാം. വിളവെടുക്കുന്നതിൻ്റെ 1 മാസം മുമ്പ് നന നിർത്തിവെക്കണം. കിഴങ്ങുകൾ ശ്രദ്ധയോടെ കിളച്ച് പുറത്തെടുക്കണം. ചുക്കിൻ്റെ ആവശ്യത്തിനായി സംസ്കരിക്കുമ്പോൾ മുരി കളഞ്ഞ് വെയിലത്ത് ഉണക്കിയെടുക്കണം. 8 മുതൽ 10 ദിവസം കൊണ്ട് നന്നായി ഉണങ്ങും. പറിച്ചെടുക്കുമ്പോഴുള്ള 80% ജലാംശം ഉണങ്ങി 10% ജലാംശമാക്കി മാറ്റേണ്ടത് സുരക്ഷിതമായി സംരക്ഷിക്കാൻ ആവശ്യമാണ്. ദീർഘകാലം കീടബാധ ഉണ്ടാകാതിരിക്കാൻ ബ്ലീച്ച് ചെയ്തും ഇഞ്ചി സംരക്ഷിക്കാറുണ്ട്. 1 കിലോ ചുണ്ണാമ്പ് 120 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുക്കിയെടുത്ത ഇഞ്ചി വെയിലത്ത് ഉണക്കിയെടുക്കണം. ഉണങ്ങിയ ശേഷം വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കണം. ചുക്ക് ദീർഘകാലം കേടാകാതിരിക്കുന്നതിന് ഇങ്ങനെ സംസ്കരിച്ചെടുക്കാം. ചുക്കിൻ്റെ വിപണി വില കിലോയ്ക്ക് 170 മുതൽ 500 രൂപ വരെയും ആകാറുണ്ട്. ഇഞ്ചിയുടെ വിപണി വില കിലോയ്ക്ക് 24 മുതൽ 200 രൂപ വരെയും ഉണ്ടാകാറുണ്ട്. ഏറ്റവും പുതിയ ഇഞ്ചിക്ക് കിലോയ്ക്ക് 700 രൂപ വരെയും വില ഉയരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇഞ്ചിയുടെ സവിശേഷതകളും കൃഷി ചെയ്യേണ്ട രീതികളും വിളവെടുക്കുന്ന രീതികളും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.